ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? 9th ജിയോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ വിശാല സമതല ഭൂവിൽ നിന്നുള്ള ചാപ്റ്റർ ആയിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. നമുക്കറിയാം, ഇന്ത്യയെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 5ആയി തിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമതലത്തെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമുക്കറിയാം, ഉത്തര മഹാസമുദ്രത്തെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു മാപ്പിൽ നമുക്ക് ഉത്തരപർവ്വത മേഖലയും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തെയും ഉപദ്വീപീയ പീഠഭൂമിയും ഒക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു മാപ്പാണ് അത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഇനി ഉത്തര മഹാസമതലത്തെ നമ്മൾ പറഞ്ഞു വീണ്ടും 4ആക്കി തിരിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇനി കാലാവസ്ഥയെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ. ശൈത്യകാലം ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത് കേട്ടോ. എപ്പോഴാണ്? നവംബർ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. എന്താണ്? ഡിസംബറും ജനുവരിയുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. അവിടെ ഒന്നാമത്തെ കാരണമാണ് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സമുദ്ര സാമീപ്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം. അതുപോലെ ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിനും കാരണമാകുന്നുണ്ട്. ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിനും കാരണമാകുന്നുണ്ട്. നമുക്കറിയാം എന്താണ്, ഇവിടെ ഉത്തര മഹാസമുദ്രത്തിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്? സിവാലിക് പർവ്വത നിര ഉണ്ട് അല്ലെ. അപ്പൊ ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ഒരു കാരണമാണ്. അതുപോലെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റും ഒരു കാരണമാണ്. അതുപോലെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം നമുക്ക് പറയാൻ പറ്റുന്ന കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. പിന്നെ ഡിസംബറും ജനുവരിയുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ. അതിശൈത്യമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്നത് പറഞ്ഞു. അതിന്റെ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഉഷ്ണകാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ മാസങ്ങളിലാണ്? ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞ? ഉഷ്ണകാലത്ത് എന്താണ്? അതിഉഷ്ണമാണ്. അതുപോലെ ശൈത്യകാലത്ത് അതിശൈത്യമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ മാസങ്ങളിലാണ് പിന്നെ ഉഷ്ണകാലം? ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. മെയ് മാസങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. അപ്പൊ ലൂ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും, എവിടെ നിന്നാണ്? രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ഇതിനെയാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. അപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വീശുന്നത്.
അപ്പൊ എന്താണ് ഈ വീശുന്ന കാറ്റുകള് ലൂ എന്ന ഉഷ്ണക്കാറ്റ് എന്താണ് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. ഓക്കെ, അപ്പൊ ഏത് മാസങ്ങളിലാണ്? മെയ് ജൂൺ മാസങ്ങളിലാണ്. നെക്സ്റ്റ്, പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. എവിടെയൊക്കെയാണ്? പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽച്ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് എന്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉഷ്ണകാലം. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയരുന്നു. തത്ഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പൊ രണ്ട് ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർച്ച് മാസത്തോടെ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്താണ് ഉഷ്ണകാലാണ്. അതുകൊണ്ട് തന്നെ താപനില ഗണ്യമായിട്ട് ഉയരുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് എന്തിന് കാരണമാവുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയും അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ സുന്ദർവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായി പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഈ ഒരു മാപ്പ് നോക്കിക്കേ, ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങനെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിലൂടെ എന്താണ് കരയിലേക്ക് പ്രവേശിക്കാൻ ചെയ്യില്ല, ഇന്ത്യയിലെ കരയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തിരിയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇതില് ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിക്കുക. ഇങ്ങനെ ഈ ഒരു ദിശയിൽ പോകുന്നത് ബ്രഹ്മപുത്ര സമതലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇത് കാരണം അവിടെ വൻതോതിൽ മഴ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ശാഖ അവിടെ എവിടെയാണ്? ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. ഇനി പടിഞ്ഞാറ് ദിശയിൽ ഈ ഒരു ദിശയിൽ പ്രവേശിക്കുന്ന കാറ്റുകൾ എന്താണ്? പടിഞ്ഞാറ് ദിശയിൽ പ്രവേശിക്കുന്ന കാറ്റുകൾ ഗംഗാ സമുദ്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. ഈ ഒരു യെല്ലോ കളറിൽ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗംഗാ സമതലം. ഓക്കെ, ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ശാഖ എവിടെയൊക്കെ? പശ്ചിമ ബംഗാള്, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുകയാണ്. ഓക്കെ, ഇത് ആരവല്ലി പർവ്വതനിരയ്ക്കും സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിലെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ അറബിക്കടൽ ശാഖ നമുക്കറിയാം ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായിട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖ ഇവിടെ പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് ഈ ഒരു എന്താണ് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറൻ ശാഖയായിട്ട് കൂടിച്ചേരാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ മഴ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചാബ് സമതലത്തിൽ മഴ ലഭിക്കുന്നത് എന്തൊക്കെ കാരണമാണ്? അറബിക്കടൽ ശാഖയുടെയും അതുപോലെ എന്താണ് ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ പടിഞ്ഞാറൻ ശാഖയുടെയും കൂടിച്ചേരൽ കാരണമാണ് ഇവിടെ പഞ്ചാബ് സമതലത്തില് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശ പ്രധാന മഴക്കാലം. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കേട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞാല് എന്താണ് നമുക്കറിയാം, ഈ ഭാഗത്തു നിന്ന് വരുന്നതാണ് അല്ലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഈ ഒരു ഇങ്ങനെ വീശുന്ന ഈ കാറ്റുകളാണ് നമുക്കറിയാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഇനി വടക്കു കിഴക്കൻ മൺസൂൺ കാലം. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കുകിഴക്കൻ ദിശയിൽ നിന്നും ആയതിനാലാണ് ഈ കാലത്തെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ എന്താണ് വ്യക്തമായിട്ട് നോക്കാം.
ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ എങ്ങോട്ട് പോകും? തെക്കോട്ട് പിൻവാങ്ങും. ഓക്കെ, അപ്പൊ സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം എന്താ സംഭവിക്കുന്നത്? ന്യൂനമർദ്ദ മേഖലയും തെക്കോട്ട് പിൻവാങ്ങുന്നു. ഓക്കെ, അപ്പൊ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനെയാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടും ട്ടോ. ഈ ഒരു കാലത്ത് ന്യൂനമർദ്ദ മേഖല എങ്ങോട്ട് പോകും? നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യൻ സമതലത്തിൽ നിന്നും തെക്കോട്ട് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ടൈമിൽ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പൊ ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കാലത്തെ എന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നു. അപ്പൊ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിനെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഒക്ടോബർ ചൂട്. എന്താണ്? ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിനെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഒക്ടോബർ ചൂട് ഏത് കാലത്തിലാണ്? വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിലാണ് ഒക്ടോബർ ചൂട് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. നമ്മൾ പറഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അറബിക്കടൽ ഭാഗത്തേക്കാണ് ഇത് വീശുന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ്. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏറെ വൈവിധ്യമുണ്ട്. അപ്പൊ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ, അതായത് മനുഷ്യവാസമില്ലാത്ത മേഖലകളിൽ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നില വനങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. നമ്മൾ പറഞ്ഞു എന്താണ്? ഉഷ്ണകാലത്ത് അത്യുഷ്ണമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലത്തില്. അവിടെ എന്താണ് അവിടുത്തെ സസ്യജാലങ്ങൾ? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നില വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നും ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നും. അപ്പൊ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നും ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നും. വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഓക്കെ, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ എത്ര മഴ ലഭിക്കുന്നത്? 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന സ്ഥലത്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണുന്നത്. ഇനി 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് തായ്വര, അതുപോലെ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇത്രയും നോക്കിയാൽ 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അങ്ങനെയുള്ളത് എവിടെയൊക്കെയാണ്? ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന, അതുപോലെ സിവാലിക് തായ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങളൊക്കെ. ഇനി തേക്ക്, സാല്, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഏതൊക്കെയാണ്? തേക്ക്, സാല്, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം. ഓക്കെ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ
താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. അപ്പൊ വരൾച്ചക്കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊയ്ക്കുന്നു. തൽഫലമായി ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉഷ്ണമേഖല, വരണ്ട ഇലപൊയ്യും കാടുകൾ എങ്ങനെയാണ്. ഇനി മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണ് പറഞ്ഞത്? പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഒരു മരുഭൂമി പ്രദേശങ്ങളിലേക്കൊക്കെ കൂടുമ്പോൾ കൂടുതൽ മുൾച്ചെടികളാണ് കാണപ്പെടുന്നത് ഓർക്കട്ടോ. അപ്പോ എവിടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടെസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചില ഇടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖലാ മുൾക്കാടുകളുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടേക്കാണ് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങള്, അതുപോലെ ശുദ്ധജല തടാകങ്ങള്, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകള്, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങള്, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണിത് ചതുപ്പു നിലവനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. എന്താ സുന്ദർബൻ? പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ കേട്ടോ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾ കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്നിങ്ങനെ കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അതിൽ നിന്നാണ് സുന്ദർബൻ എന്ന ഈ ഒരു പേര് കിട്ടുന്നത് കേട്ടോ. അപ്പൊ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രം സുന്ദരി കണ്ടൽ. ഇനി ഇവിടെ നൈസർഗിക സസ്യജാലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടൽക്കാടുകൾ, പർവ്വത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊയ്യും വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ഉത്തരേന്ത്യൻ സമതലം, ഇതൊക്കെയാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലത്തിലെ മണ്ണിനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടോ. എക്കൽ മണ്ണ്, അതുപോലെ മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. എന്താണ്? മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. അപ്പൊ രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങളെ രൂപം കൊണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഗാദറും ബങ്കറും അല്ലെ. നമുക്കറിയാം പുതിയ എക്കൽ മണ്ണാണ് നമ്മൾ ഗാദർ എന്ന് പറഞ്ഞു, പഴയ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് ബങ്കർ എന്നും പറഞ്ഞു. ഓക്കെ, ഇനി ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളിലെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. അപ്പൊ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്.
മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പൊ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ട്ടോ. അപ്പൊ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. ലവണ മണ്ണ് എവിടെ? സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലുണ്ട് ട്ടോ. ഉപ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ലവണ മണ്ണ്. അപ്പൊ മണലും പശിമണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാനുള്ള കാരണമാകുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ തീരപ്രദേശങ്ങളിലും പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് ട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശം നമുക്കറിയാം എന്താണ്? മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ വരണ്ട മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പൊ ഘടനാപരവും മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിന് ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. മണ്ണിനങ്ങളുടെ ഒരു മാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്ടോ. എക്കൽ മണ്ണ്, വരണ്ട മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, അതുപോലെ മഞ്ഞ മണ്ണ്, അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിനും. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ ഉത്തരേന്ത്യയിലേക്ക്, അതായത് കാശ്മീർ, ജമ്മു കാശ്മീർ, ഹരിയാന ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വനമണ്ണാണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലേക്കൊക്കെ വരുമ്പോൾ എന്ത് മണ്ണാണ്? കറുത്ത മണ്ണാണ് കൂടുതലായിട്ട്. കറുത്ത മണ്ണും അതുപോലെ ചെമ്മണ്ണുമാണ് കൂടുതലായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ദക്ഷിണേന്ത്യയിൽ കൂടുതലായിട്ടും ചെമ്മണ്ണാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. പിന്നെ ചെങ്കൽ മണ്ണുണ്ടല്ലേ നമ്മുടെ കേരളത്തിലൊക്കെ ചെങ്കൽ മണ്ണും കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ജനജീവിതാണ് ട്ടോ. ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രത്തിലാണ്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായിട്ടുള്ള കൃഷിരീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റുന്നു. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം ട്ടോ. ധാന്യപ്പുര, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത്? ഉത്തര മഹാസമതലം. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. അത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. അപ്പൊ ഇവിടെ എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? ഉത്തരേന്ത്യൻ സമതലത്തിലെ ഒരു നഗരപ്രദേശമാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്നതാണ് അല്ലെ, കെട്ടിടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഈ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമുദ്രത്തിലാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. ഇനി ഫലഭൂഷ്ടമായ ഒരു ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തിന്റെയും അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിലെ ധാന്യ കൃഷിയുടെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയാണിത്. ഖാരിഫ്, റാബി, സെയ്ദ് ഇങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് ഈ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് ട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് ട്ടോ. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഖാരിഫ്, പിന്നെ ശൈത്യകാലത്തിന്റെ വരവോടെയാണ് റാബി, പിന്നെ റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. നോക്കാം.
കാർഷിക കാലങ്ങൾ ഖാരിഫ് എന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഖാരിഫ്. ഓക്കെ. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവ കൃഷി ചെയ്യുന്നത് ഖാരിഫ് ആണ് കേട്ടോ. ഖാരിഫ് വിളകൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ റാബി ഏതാണ്? നമ്മൾ പറഞ്ഞു ശൈത്യകാലത്താണ്. അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലത്താണ് റാബി വിള. ഏതൊക്കെയാണ്? മിതോഷ്ണ കാലാവസ്ഥയിൽ വളരുന്ന വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി ഒക്കെ കൃഷി ചെയ്യുന്നത് ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള റാബി കാലത്താണ്. ഓക്കെ. ഇനി സെയ്ത് ഏപ്രിൽ മുതൽ ജൂൺ വരെ. നമ്മൾ പറഞ്ഞു ദൈർഘ്യം കുറഞ്ഞ കാർഷിക കാലമാണ് സെയ്ത്. അപ്പൊ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് പ്രധാന സെയ്ത് വിളകൾ. ഓക്കെ. അപ്പൊ ഇത് പഠിക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. നമുക്ക് നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.